Dear students, good morning. Now we can move on to the next part of the English book, second part, third unit. We can start our third unit, Man and Media. In this Man and Media, first page itself, you can see a picture. And what idea do you get from this picture? Yes, so many things are there. Okay, so many symbols and images you can see there. And what all these images, what they represents? ഈ ഇമേജസ് ഒക്കെ എന്താണ് റെപ്രസെൻ്റ് ചെയ്യണത്? എന്താണ് ഇമേജസ്? എന്തിനെയാണ് അവർ അത് ഇമേജസ് കാണിച്ചിരിക്കുന്നത്? എന്തിനെയാണ്? എസ് പീജൻ ഇസ് ദെയർ അല്ലേ, ഒരു പക്ഷി അവിടെ ഇരിക്കുന്നുണ്ട്. ഇറ്റ്സ് എ പീജൻ, പ്രാവ് അല്ലേ. ഏർലിയസ്റ്റ് മീൻസ് ഓഫ് സെൻഡിങ് മെസ്സേജസ്. ബൈ സീയിങ് പീജൻ ഇറ്റ് സെൽഫ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഇറ്റ്സ് ഏർലിയസ്റ്റ് മീൻസ് ഓഫ് സെൻഡിങ് മെസ്സേജസ് അല്ലേ. മെസ്സേജസ് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പഴയ കാലത്ത് പീജൻസിനെ ഉപയോഗിച്ചിരുന്നു. ലൈക്ക് ദാറ്റ് സിനിമാസ് ആൻഡ് ഓൾസോ സ്റ്റോറീസ് യു മൈറ്റ് ഹാവ് ഹേർഡ്. കേട്ടിട്ടുണ്ടാവും നിങ്ങൾ അങ്ങനത്തെ കഥകൾ, അല്ലെങ്കിൽ സിനിമയിലൊക്കെ പണ്ട് കാലത്ത് കണ്ടിട്ടുണ്ടാവും അല്ലേ. ഓക്കെ, ഇനി then what all things computers is there അല്ലേ. എ മോഡേൺ ഇലക്ട്രിക് മീഡിയ, ഇറ്റ്സ് ഇലക്ട്രോണിക് മീഡിയ. മോഡേൺ electronic media is computer കാണാം. Phone is there, and these all things you can see in this picture. And what does this tree represent? ഈ മരത്തിനെ എന്തിനാണ് സൂചിപ്പിക്കുന്നത്? യെസ്, we can say it's growth അല്ലേ. ഗ്രോത്ത് ആണ്, അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് ഓഫ് മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ വി ക്യാൻ സേ, അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് ഓഫ് അല്ലെങ്കിൽ ഇവല്യൂഷൻ ഓഫ് മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ അല്ലേ. മീഡിയേൻ്റെയും കമ്മ്യൂണിക്കേഷൻ്റെയും ഡെവലപ്മെൻ്റ് ആണ് അവിടെ കാണിക്കുന്നത് അല്ലേ, പുരോഗമനമാണ് അവിടെ കാണിക്കുന്നത്. ഓക്കെ, by seeing this itself you can understand what is there in this chapter. ഇപ്പോൾ ഈ ചാപ്റ്ററിൽ എന്താണ് എന്നുള്ളത് ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലായി. ഇനി നെക്സ്റ്റ് പേജ്, ടേൺ ഓൺ ടു ദ നെക്സ്റ്റ് പേജ്, ദാറ്റ് ഇസ് 80, പേജ് നമ്പർ 80. ലെറ്റ്സ് ബിഗിൻ ഇസ് ദെയർ, ആൻഡ് ദെയർ ഓൾസോ യു ക്യാൻ സീ എ പിക്ചർ. ഒരു പിക്ചർ അവിടെ കാണാൻ പറ്റും അല്ലേ. വാട്ട് ഇസ് ദറ്റ് പിക്ചർ സേയിങ്? In this picture you can say different images. It's linked to show the evolution of mass media through various decades അല്ലേ. പല കാലഘട്ടങ്ങളിലെ സ്റ്റോറി ഓഫ് മെസ്സേജസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. മീഡിയ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതിനെ ഡെവലപ്പ് ചെയ്ത് വരുന്നത് കാണാം. ഫസ്റ്റ് യു ക്യാൻ സീ എ ഡോവ് അല്ലേ, ഒരു പക്ഷി പറക്കുന്നത് കാണുന്നില്ലേ. പക്ഷേ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ അങ്ങനെ പക്ഷിയുടെ കാലിൽ മെസ്സേജസ് അങ്ങനെ എഴുതി കൊടുത്തു വിടലായിരുന്നു അല്ലേ. അത് കഴിഞ്ഞ് യു ക്യാൻ സീ എ പോണി ദെയർ വിത്ത് ലെറ്റേഴ്സ് അല്ലേ. ലെറ്റേഴ്സിൻ്റെ ഒരു വലിയ ബാഗുമായിട്ടൊരു പോണീനെ കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ ഓരോ ഡെവലപ്മെൻറ്റ്, സ്റ്റോറി ഓഫ് മെസ്സേജസ് അല്ലേ, മെസ്സേജസ് ഇങ്ങനെ കമ്മ്യൂണിക്കേഷൻ മീഡിയ, മാസ് മീഡിയയുടെ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു ഡീക്കേഡ്സ് ആയിട്ടുള്ളൊരു വളർച്ചയാണ് ഇവിടെ ഈ ഒരു പിക്ചറിൽ കാണിച്ചിരിക്കുന്നത്. So now we can move on to the lesson. Let's read the story of messages. ഇനി ഈ മീഡിയയുടെ വളർച്ച, ഓരോ സമയത്തെ വളർച്ചകളാണ് ഇവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ലെസണിൽ ഫുൾ ഇറ്റ്സ് നോട്ട് വെരി ഇൻട്രസ്റ്റിംഗ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ലെസൺസ് അല്ല. നമുക്ക് അറിയുന്ന കാര്യങ്ങൾ ഒന്ന് ജസ്റ്റ് ഇത് റിവൈൻഡ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഓക്കെ, നമുക്കറിയാം കുറേ മെസ്സേജസ് ഉണ്ട്, ലെറ്റേഴ്സ് ഉണ്ട്, അതേപോലെ അത് കഴിയുമ്പോൾ നമുക്ക് റേഡിയോ വന്നു, പിന്നെ ടെലിവിഷൻ വന്നു, കമ്പ്യൂട്ടർ വന്നു, അങ്ങനെ ഇൻ്റർനെറ്റ്, ഇങ്ങനെ എല്ലാ സംവിധാനങ്ങളും വന്നു. അപ്പോൾ അതിലൊക്കെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ റിവിഷൻ പോലെ റിവൈൻഡ് ചെയ്ത് വരികയാണ്. നിങ്ങൾക്ക് എല്ലാം അറിയുന്ന കാര്യങ്ങളാണ്. ജസ്റ്റ് ഇതൊന്ന് വായിച്ച് സ്പീഡപ്പായിട്ട് പോകും. ഐ എം നോട്ട് ഗോയിങ് ടു എക്സ്പ്ലെയിൻ ഈച്ച് ആൻഡ് എവറി വേർഡ്സ് ആൻഡ് എവറി സെൻറ്റൻസസ്. ഓരോ സെൻറ്റൻസും ഇരുന്ന് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് വന്നു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ബോർഡ്. ഡെഫിനറ്റ്ലി യു വിൽ ഗെറ്റ് ബോർഡ്. നിങ്ങൾക്ക് ബോർഡാവും. അതുകൊണ്ട് ഓരോ പാരഗ്രാഫും അതിൻ്റെ ജസ്റ്റ് സമ്മറി ഓൺലി ഐ വിൽ ബി സെയിങ്. ഓക്കെ, പിന്നെ ഡിഫിക്കൽട്ട് വേർഡ്സ് ഐ വിൽ ബി എക്സ്പ്ലെയിനിങ് ഇറ്റ്സ് മീനിങ്. ഡിഫിക്കൽട്ട് വേർഡ്സ് വരണം, അതിൻ്റെ മീനിങ്സ് എക്സ്പ്ലെയിൻ ചെയ്യാം. അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് വായിക്കുന്നു, അതിൻ്റെ ജസ്റ്റ് അതിൻ്റെ എന്താണ് എന്നുള്ളൊരു സമ്മറി എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഗോട്ട്, അതാണ് നമ്മളിനി ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ലെസൺസ്, ഈ സ്റ്റോറി ഓഫ് മെസ്സേജസ് ലെസൺ നന്നായിട്ട് വായിക്കുക. ഇതിലെല്ലാം റേഡിയോ, ടെലിവിഷൻ, എവറിത്തിങ് യു ഷുഡ് റീഡ്. എല്ലാം നിങ്ങൾ സ്വന്തമായിട്ടിരുന്നൊന്ന് 2-3 പ്രാവശ്യം വീതം വായിച്ചിരിക്കണം. The story of messages. Nowadays, when we want to communicate, we either email a person or send an SMS. Everything happens by clicking the mouse or the pressing of a few buttons. It was not so in the near past. Most people wrote letters, put them in an envelope,
got them stamped, dropped them in a post box, and waited patiently to hear from the other person. What's saying in this paragraph? Yes, nowadays, if you want to communicate, we either email a person or send an SMS. ഇവിടെ either email, ഒന്നുകിൽ ഇമെയിൽ ചെയ്യും, അല്ലെങ്കിൽ ഓർ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ സെൻഡ് ആൻ SMS, അല്ലെങ്കിൽ SMS സെൻഡ് ചെയ്യും. കേട്ടില്ലേ? അപ്പോൾ ഈ ഐദർ ഓർ എന്നൊരു സംഭവം ഉണ്ട്. എവിടെ ഐദർ ഉണ്ടോ അവിടെ ഓർ ഉണ്ട് കേട്ടോ. ആ ഒരു സെൻറ്റൻസിൽ ഓർ വെക്കണം, അല്ലെങ്കിൽ ഐദർ പിണങ്ങും. അങ്ങനെയാണ്. ഓക്കെ, ഐദർ ഓർ അങ്ങനെ ഒരു സംഭവമാണ്. ഐദർ എവിടെയുണ്ടോ അവിടെ ഓർ ഉണ്ടാവും. ഇതൊരു ഗ്രാമർ പാർട്ടാണ്. ഇറ്റ്സ് ദെയർ ടു സ്റ്റഡി, നമുക്ക് പഠിക്കാനുണ്ട്. പേജ് നമ്പർ 102 ആക്ടിവിറ്റി 8 ആയിട്ട് ഐദർ ഓർ എങ്ങനെ എഴുതാം എന്നുള്ളത് പഠിപ്പിക്കുന്നുണ്ട്. ദാറ്റ് ഐ വിൽ ബി എക്സ്പ്ലെയിനിങ് ആഫ്റ്റർ ദ ഫസ്റ്റ് പാരഗ്രാഫ്. ഫസ്റ്റ് പാരഗ്രാഫിൻ്റെ ഒരു സമ്മറി പറഞ്ഞതിന് ശേഷം അത് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. ആൻഡ് എവറിത്തിങ് ഹാപ്പൻസ് ബൈ ക്ലിക്കിംഗ് ഓഫ് മൗസ്. നമുക്കറിയാം, നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി, മൗസ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ബട്ടൺ പ്രസ് ചെയ്താൽ മതി, എല്ലാം പെട്ടെന്ന് ആരെയൊക്കെ എന്തൊക്കെ അറിയിക്കണോ അവിടേക്കൊക്കെ എല്ലാ മെസ്സേജസും നമുക്ക് സെൻഡ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ അല്ലേ. ഇറ്റ് വാസ് നോട്ട് സോ ഇൻ ദ നിയർ പാസ്റ്റ്. ഈ അടുത്ത കാലം വരെ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. എങ്ങനെയായിരുന്നു പിന്നെ? മോസ്റ്റ് ഓഫ് ദം റൈറ്റ് ലെറ്റേഴ്സ്, ദെൻ പുട്ട് ദാറ്റ് ഇൻ എൻവലപ്പ്, ദെൻ സ്റ്റാമ്പ് ദാറ്റ് envelope. After this we want to post it, and the other person who is waiting for this cover should patiently wait to hear from the, yes, what we want to patiently wait what is happening അല്ലേ. അവർക്ക് അവർ വെയിറ്റ് ചെയ്തിരിക്കണം. ആൻഡ് ദോസ് ഹു ആർ സെൻഡിങ് ദ മെസ്സേജ് ഓർ ദോസ് ഹു ആർ റൈറ്റിംഗ് ദ ലെറ്റർ, ദേ വാണ്ട് ടു സിറ്റ് പേഷ്യൻ്റ്ലി ഫോർ ഗെറ്റിംഗ് ദ റിപ്ലൈ കിട്ടാനായിട്ടും ഒരുപാട് നാളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണം. നമുക്ക് എന്താണെന്ന് അറിയില്ല. ഇന്നത്തെ പോലെയല്ല, ഫോണിൽ നമ്മളൊരു മെസ്സേജ് അയച്ചു, അതിൻ്റെ റിപ്ലൈ ഉടനെ വന്നു ഇല്ല, അങ്ങനെയാണ്. പക്ഷേ അന്ന് കാലത്ത് അങ്ങനെ ആയിരുന്നില്ല. വി യൂസ് ടു പോസ്റ്റ് ദ ലെറ്റർ ആൻഡ് ദിസ് വാണ്ട് ടു റീച്ച് ആഫ്റ്റർ 2 or 3 days ഇറ്റ് വിൽ റീച്ച് ദെയർ. ആളുടെ അടുത്ത് എത്തും, എന്നിട്ട് അവരതിനെ റിപ്ലൈ അയക്കും. അതിനുശേഷം പിന്നെയും വെയിറ്റ് ചെയ്ത് ഒരാഴ്ച കഴിയുമ്പോൾ നമുക്ക് ഈ ലെറ്റേഴ്സ് കിട്ടും, അതിൻ്റെ റിപ്ലൈ കിട്ടും. അങ്ങനെയൊക്കെയായിരുന്നു. ദാറ്റ് ഇസ് സെയിങ് ഇൻ ദ ഫസ്റ്റ് പാരഗ്രാഫ്. നൗവേഡേയ്സ് ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് ദാറ്റ്. ഇന്നത്തെ കാലത്ത് അതങ്ങനെ അല്ല എന്നാണ് പറയുന്നത്. ഇനി ഐദർ ഓർ ആണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. യെസ്, നൗ വി ക്യാൻ മൂവ് ഓൺ ടു ദ ആക്ടിവിറ്റി അബൌട്ട് ഐദർ ഓർ. ടേക്ക് പേജ് നമ്പർ 101. 8th ആക്ടിവിറ്റി. 101 8th ആക്ടിവിറ്റിയാണ് കേട്ടോ. 102 അല്ല, 101 സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. 8th ആക്ടിവിറ്റി, ഐദർ ഓർ. ക്യാൻ സീ എ പാസേജ് ദെയർ. ദാറ്റ് ഈസ് ദ പേഴ്സൺ, sorry. Yes, nowadays when we want to communicate, we either email a person or send an SMS. Here we want to look the either or. Read the passage given below. താഴെ ഒരു പാസേജ് തന്നിട്ടുണ്ട്, അത് വായിച്ച് നോക്കുക. We know that the internet is quite common today, but it can be either a blessing or a curse. It depends on how we use it. When we browse, we must find a lot of things. They may be either useful or abusive. Either restrict the use of the internet or stop going online and continue using the other source of information. We must be discreet in our action. യെസ്, വാട്ട് സെയിങ് ഹിയർ? ഈ ഐദർ ഓർ വെച്ചിട്ടുള്ള വാക്കുകളാണ് ഫുൾ വരുന്നത് അല്ലേ. നമുക്കറിയാം ഇൻ്റർനെറ്റ് എന്ന് വളരെ കോമൺ ആണ്. ബട്ട് ഇറ്റ് ക്യാൻ ബി ഐദർ എ ബ്ലെസ്സിങ്. നമുക്ക് ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ഒന്നുകിൽ അതൊരു ബ്ലെസ്സിങ് ആണ്, അല്ലെങ്കിൽ അതൊരു കേഴ്സും ആണെന്ന് പറയാം, ശാപവും ആണെന്ന് പറയാം. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഹൗ വി യൂസ്. അതിനെ നമ്മൾ എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതിന് ബന്ധപ്പെട്ടിട്ടിരിക്കും, അതിൻ്റെ അനുസരിച്ചിരിക്കും അതിൻ്റെ കേഴ്സും അല്ലെങ്കിലും ബ്ലെസ്സിങ്സും. ആൻഡ് വെൻ വി ബ്രൗസ് വി മേ ഫൈൻഡ് എ ലോട്ട് ഓഫ് തിങ്സ്. നമ്മൾ ബ്രൗസ് ചെയ്ത് നോക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ കിട്ടും. ആൻഡ് ദേ മൈ ബി ഐദർ യൂസ്ഫുൾ ഓർ അബ്യൂസീവ്. ചിലപ്പോൾ അത് യൂസ്ഫുൾ ആയിരിക്കും, ചിലപ്പോൾ നമ്മളത് നാശമാക്കുന്ന തരമുള്ള മെസ്സേജസ് ആയിരിക്കും. ഓക്കെ, ഐദർ റെസ്ട്രിക്ട് ദ യൂസ് ഓഫ് ഇൻ്റർനെറ്റ്. ഒന്നില്ലെങ്കിൽ ഇൻ്റർനെറ്റ് റെസ്ട്രിക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ സ്റ്റോപ്പ് ഗോയിങ് ഓൺലൈൻ ഗോയിങ് സ്റ്റോപ്പ് ചെയ്യുക. ആൻഡ് കണ്ടിന്യൂ യൂസിങ് ദ അതർ സോഴ്സ് ഓഫ് ഇൻഫോർമേഷൻ. വി മസ്റ്റ് ബി ഡിസ്ക്രീറ്റ് ഇൻ അവർ. അപ്പം മനസ്സിലായില്ലേ ഈ ഐദർ ഓർ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളൊരു ഷോർട്ട് ഐഡിയ നിങ്ങൾക്ക് കിട്ടിയോ? ഇനി നോക്കുക. ഐദർ ഓർ ഈസ് യൂസ് ടു കമ്പൈൻ 2 parts ഓഫ് സെൻറ്റൻസ് ഓർ 2 sentences. ഈ ഐദർ ഓറിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് ഒരു ലൈക്ക് കൺജങ്ഷൻ അല്ലേ, അവരെ 2 സെൻറ്റൻസിനെ യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഐദർ ഓർ കൊണ്ട് സഹായിക്കും. ഓക്കെ, ഐദർ ഓർ ഈസ് യൂസ് ടു കമ്പൈൻ 2
പാർട്സ് ഓഫ് സെൻറ്റൻസസ് ഓർ ടു സെൻറ്റൻസസ്. രണ്ട് സെൻറ്റൻസിനെ കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഐദർ ഓർ ഉപയോഗിക്കാം. എവിടെ ഒന്നുകിൽ ഇത് അല്ലെങ്കിൽ അത് എന്നൊക്കെ വരുന്ന ഭാഗങ്ങളില്ലേ, അങ്ങനത്തെ വരുന്നതിലൊക്കെ നമുക്കിത് ഉപയോഗിക്കാം. ഓക്കെ, നൗ examine the use of either or in the sentence. What do you notice? Discuss. Write your ideas here. ഓക്കെ, അപ്പോൾ എന്താണ് ഐദർ ഓർ എന്നുള്ളത് മനസ്സിലായോ? രണ്ട് സെൻറ്റൻസിനെ കമ്പൈൻ ചെയ്യാൻ വേണ്ടി നമുക്കിത് ഉപയോഗിക്കാം. പിന്നെ മെയിൻ അർത്ഥം മലയാളത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ പറയുന്നത് പോലെ ഒന്നുകിൽ അത് അല്ലെങ്കിൽ ഇത്, അല്ലേ? ഒന്നുകിൽ ഞാൻ കൊടുക്കാം അല്ലെങ്കിൽ നീ കൊടുക്ക് എന്ന് നമ്മൾ പറയാറില്ലേ? ഒന്നുകിൽ പേന ഉപയോഗിക്കുക അല്ലെങ്കിൽ പെൻസിൽ ഉപയോഗിക്കുക, അങ്ങനെ പറയാറില്ലേ? ഇൻ ദീസ് ഓൾ കേസസ് യു ക്യാൻ യൂസ് ഐദർ ഓർ. ഈ കേസസിലൊക്കെ നമുക്ക് ഐദർ ഓർ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇപ്പം നോക്കൂ, ഐ വോണ്ട് എ പെൻ ഓർ പെൻസിൽ. എനിക്ക് ഒന്നുകിൽ ഒരു പെൻ വേണം അല്ലെങ്കിൽ പെൻസിൽ വേണം എന്ന് പറയണം വിചാരിച്ചു. അപ്പോൾ കുറച്ചും കൂടി ബെറ്റർ ഐ വോണ്ട്, എനിക്ക് വേണം പെൻസിൽ അല്ലെങ്കിൽ പേന എന്ന് പറയുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടി ബെറ്ററായിട്ട് ക്ലിയർ ആയിട്ട് മനസ്സിലാവുക ഏതായിരിക്കും? എനിക്ക് ഒന്നുകിൽ ഒരു പേന അല്ലെങ്കിൽ ഒരു പെൻസിൽ വേണം എന്ന് പറയണതാണ്, അല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് പറയാൻ പറ്റും? യെസ്, എങ്ങനെ പറയാം? യെസ്, ഐ വാണ്ട് ഐദർ എ പെൻ ഓർ എ പെൻസിൽ. ഐ വാണ്ട് ഐദർ എ പെൻ ഓർ എ പെൻസിൽ. അപ്പോൾ രണ്ട് ആൾട്ടർനേറ്റീവ്സ് അവിടെ വന്നു. എന്തൊക്കെയാണ് ആൾട്ടർനേറ്റീവ്സ്? യെസ്, പെൻ വന്നു, പെൻസിൽ വന്നു. പെൻ അല്ലെങ്കിൽ പെൻസിൽ. ഇപ്പോൾ ഈ ആൾട്ടർനേറ്റീവ്സിനെ തിരിക്കാനാണ് നമ്മൾ ഈ ഓർ ഉപയോഗിക്കുക കേട്ടോ. രണ്ട് ഓപ്ഷൻസ് വരില്ലേ, ആ ഓപ്ഷൻസിനെ തിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക? ഓർ ഉപയോഗിക്കുക. ആൻഡ് ഓൾസോ ഇൻ ദിസ് സെൻറ്റൻസ് യു ക്യാൻ സീ ഓൺലി വൺ സബ്ജക്റ്റ് ഇസ് ദെയർ, ദാറ്റ് ഇസ് ഐ. ഒരൊറ്റൊരു സബ്ജക്റ്റേ നിങ്ങളവിടെ കാണുന്നുള്ളൂ. അതേതാണ്? ഐ എന്നുള്ളതാണ്, അല്ലേ? എനിക്കാണ് പെന്നോ പെൻസിലോ വേണ്ടത്. അപ്പോൾ ഒരൊറ്റ ഒരു സബ്ജക്റ്റേ ഉള്ളൂ, ഐ. സോ ദ സെൻറ്റൻസ് ബിഗിൻ വിത്ത് ദ സബ്ജക്റ്റ്. അതുകൊണ്ട് ആ സെൻറ്റൻസ് ഐദർ ഓർ വയ്ക്കുമ്പോൾ നമ്മൾ സബ്ജക്റ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യും. ഐ വാണ്ട് ഐദർ എ പെൻസിൽ ഓർ പെൻ. മനസ്സിലായോ? ഐ വെച്ച് സ്റ്റാർട്ട് ചെയ്തു. ഐദർ അതിന് ശേഷമാണ്, സബ്ജക്റ്റിന് ശേഷമാണ് വന്നിരിക്കുന്നത്. കണ്ടില്ലേ? ഐ വാണ്ട് ഐദർ എ പെൻ ഓർ പെൻസിൽ. ഓക്കെ, ടീച്ചർ എക്സാമ്പിൾ സഹിതം പറഞ്ഞുതരാം. അപ്പോൾ കുറച്ചും കൂടിയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവാൻ സാധിക്കും. നോക്കൂ, ഫസ്റ്റ് എക്സാമ്പിൾ, യു ക്യാൻ ഹാവ് ഐദർ ടീ ഓർ കോഫി. അവിടെ നോക്കൂ, ഓർ എവിടെ വന്നേ നോക്കൂ, ടീ അല്ലെങ്കിൽ കോഫി എന്ന് പറഞ്ഞ ഭാഗത്താണ്, അല്ലേ? ഒന്നുകിൽ ടീ അല്ലെങ്കിൽ കോഫി. അവിടെ ടീ കോഫിയുടെ അവിടെ ഇടയിലാണ് എന്ത് വന്നിരിക്കുന്നത്? ഓ ആർ ഓർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഇതാണ് ടു ആൾട്ടർനേറ്റീവ്സ് എന്ന് പറയുന്നത്. കിട്ടില്ലേ? അപ്പോൾ ഈ ടു ആൾട്ടർനേറ്റീവ്സിനെ നമ്മൾ ഓർ വെച്ച് തിരിക്കുന്നു. ഈ ടു ആൾട്ടർനേറ്റീവ്സ് നൗൺസ് ആണ്, അല്ലേ? ഓക്കെ, ഇവിടെ നോക്കൂ, സബ്ജക്റ്റ് ഏതാണ് ഇവിടെ വരുന്നത്? വൈ ഒ യു, യു ആണ്, അല്ലേ? യു അവിടെ സബ്ജക്റ്റാണ്. അപ്പോൾ ഇവിടെ എത്ര സബ്ജക്റ്റ് ഉണ്ട്? ഓൺലി വൺ സബ്ജക്റ്റ് ഇസ് ദെയർ, അല്ലേ? ഒരൊറ്റ സബ്ജക്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ, അത് യു ആണ്. അപ്പോൾ യു ക്യാൻ ഹാവ് ഐദർ ടീ ഓർ കോഫി. നിനക്ക് ഒന്നുകിൽ ചായ അല്ലെങ്കിൽ കാപ്പി ആകാം എന്ന്, അല്ലേ? ഇനി അടുത്ത ഒരു വാക്ക് നോക്കൂ, സെൻറ്റൻസ് നോക്കൂ. സെക്കൻഡ് വൺ, സയൻസ് ടീച്ചർ ഇസ് ഓൺ ലീവ്. യു ഹാവ് ടു ഓൾട്ടർനേറ്റീവ്സ്. സയൻസ് ടീച്ചർ ലീവിലാണ്. അപ്പോൾ നിങ്ങൾക്ക് രണ്ട് ഓൾട്ടർനേറ്റീവ്സ് തന്നിട്ടുണ്ട്, രണ്ട് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. യു മേ സിറ്റ് ഇൻ ദ ക്ലാസ് ഓർ യു മേ ഗോ ടു ദ ലൈബ്രറി. ഒന്നുകിൽ ക്ലാസ്സിലിരിക്കാം അല്ലെങ്കിൽ ലൈബ്രറിയിൽ പോകാം. ഇത് ഐദർ ഓർ ഉപയോഗിച്ച് എങ്ങനെ നമ്മൾ ജോയിൻ ചെയ്യും? ഹൗ മെനി സബ്ജക്ട്സ് ആർ ദെയർ ഹിയർ? ഓൺലി വൺ. ഇസ് ഇറ്റ്? ഏതാണ് സബ്ജക്റ്റ് ഇവിടെ വരുന്നത്? വൈ ഒ യു, യു ആണ് സബ്ജക്റ്റ്. രണ്ട് ക്ലാസ്സിലും യു ആണ് സബ്ജക്റ്റ്. അപ്പോൾ ഒരേ സബ്ജക്റ്റാണ്. അതുകൊണ്ട് നമ്മൾക്ക് എന്ത് ചെയ്യാം? സബ്ജക്റ്റ് ആദ്യം എഴുതാം. ഏതാണ് സബ്ജക്റ്റ്? യു. യു മേ ഐദർ സിറ്റ് ഇൻ ദ ക്ലാസ് ഓർ യു മേ ഗോ ടു ദ ലൈബ്രറി. എങ്ങനെയാണ് സെൻറ്റൻസ് വരിക? യു മേ ഐദർ സിറ്റ് ഇൻ ദ ക്ലാസ് ഓർ യു മേ ഗോ ടു ദ ലൈബ്രറി. ഒന്നുകിൽ ക്ലാസ്സിൽ ഇരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ലൈബ്രറിയിൽ പോകാം. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? സെയിം സബ്ജക്റ്റാണ് രണ്ട് ക്ലോസ് അല്ലെങ്കിൽ രണ്ട് സെൻറ്റൻസിൽ വരുന്നതെങ്കിൽ നമ്മൾക്ക് സബ്ജക്റ്റ് ആദ്യം എഴുതിയ ശേഷമാണ് നമ്മൾ ഐദർ ആഡ് ചെയ്യുക. ഓർ നമുക്കറിയാം രണ്ട് ആൾട്ടർനേറ്റീവ്സിനെ തമ്മിൽ തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓർ ഉപയോഗിക്കണേ എന്നുള്ളത്, അല്ലേ? ഇവിടെ നോക്കൂ, യു എന്ന സബ്ജക്റ്റ് നമ്മൾ ആദ്യം വെച്ചു. യു മേ ഐദർ സിറ്റ് ഇൻ ദ ക്ലാസ് ഓർ യു മേ ഗോ ടു ദ ലൈബ്രറി. നെക്സ്റ്റ് ഇസ് തേർഡ് വൺ ഏതാണ്? എക്സാമ്പിൾ പറഞ്ഞിരിക്കണേ നോക്കൂ. മൈ ബ്രദർ വിൽ കം ഹിയർ ഓർ ഐ വിൽ ഗോ ടു ഹിസ് ഹൗസ്. മൈ ബ്രദർ വിൽ കം ഹിയർ ഓർ ഐ വിൽ ഗോ ടു ഹിസ് ഹൗസ്. ഹൗ മെനി സബ്ജക്ട്സ് ആർ ദേ ഹിയർ? എത്ര സബ്ജക്റ്റ് ഉണ്ട് ഈ രണ്ട് സെൻറ്റൻസിൽ? ഓക്കെ, ഏതൊക്കെയാണ് സബ്ജക്ട്സ് വരുന്നത്?
മൈ ബ്രദർ ആൻഡ് ഐ അല്ലേ, മൈ ബ്രദറും വരുന്നുണ്ട് ഐയും വരുന്നുണ്ട്. അങ്ങനെ 2 സബ്ജക്റ്റാണ് ഈ ഒരു സെൻറ്റൻസിനുള്ളത്. അപ്പോൾ ഈ 2 സബ്ജക്ട്സ് നോക്കൂ, 2 സബ്ജക്ട്സും ഡിഫറെൻറ്റ് സബ്ജക്ട്സ് ആണ്. 2 സബ്ജക്റ്റും ഡിഫറെൻറ്റ് സബ്ജക്റ്റാണ്. ഒന്ന് മൈ ബ്രദറും മറ്റേ സബ്ജക്റ്റ് ഏതാണ്, ഐയും. അപ്പോൾ ഈ 2 ഡിഫറെൻറ്റ് സബ്ജക്ട്സ് വരുമ്പോൾ നമ്മൾ ഐദർ എവിടെ വെക്കണം? 2 subjects, my brother and I. So either will be used at the beginning of the first clause. ആദ്യത്തെ ക്ലോസിൻ്റെ ആദ്യം തന്നെ ഫസ്റ്റ് ബിഗിനിങ്ങിൽ തന്നെയാണ് നമ്മൾ ഐദർ വെക്കുക. എന്തുകൊണ്ടാണ് ബിഗിനിങ്ങിൽ ഐദർ വെച്ചതെന്ന് നമുക്ക് മനസ്സിലായോ? 2 സബ്ജക്റ്റ് ഉണ്ട്, അത് 2 സബ്ജക്റ്റും ഡിഫറെൻ്റ് ആയിട്ടുള്ള സബ്ജക്ട്സ് ആണ്. അതുകൊണ്ട് ഐദർ നമ്മൾ എവിടെയാണ് യൂസ് ചെയ്തത്? ആ ഫസ്റ്റ് ക്ലോസിൻ്റെ ആദ്യം തുടക്കത്തിൽ തന്നെ എന്ത് വെച്ചു? ഐദർ വെച്ചു. അപ്പോൾ നോക്കൂ അവിടെ എങ്ങനെ ആണത് വന്നതെന്ന് നോക്കൂ. ഐദർ മൈ ബ്രദർ വിൽ കം ഹിയർ ഓർ ഐ വിൽ ഗോ ടു ഹിസ് ഹൗസ്. ഒന്നുകിൽ എൻ്റെ ബ്രദർ എൻ്റെ വീട്ടിലോട്ട് വരും, അല്ലെങ്കിൽ ഞാൻ അവരുടെ വീട്ടിലേക്ക് പോകും അല്ലേ. ഒന്നുകിൽ ബ്രദർ എൻ്റെ വീട്ടിലേക്ക് വരും, അല്ലെങ്കിൽ ഞാൻ അവരുടെ വീട്ടിലേക്ക് പോകും. അപ്പോൾ ഇവിടെ 2 സബ്ജക്റ്റ് ഉണ്ടായിരുന്നു, 2 വ്യത്യസ്ത സബ്ജക്റ്റ് ഉള്ളത് കൊണ്ട് ഐദറിനെ നമ്മൾ ആദ്യം വെച്ചു. അത് മനസ്സിലാക്കുക. ഇനി കുറച്ച് പ്രോബ്ലംസ് നമ്മുടെ ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്. പേജ് നമ്പർ ഏതാ ടീച്ചർ പറഞ്ഞത്? 102. അപ്പോൾ എല്ലാവരും പേജ് നമ്പർ 102 എടുക്കുക. അതിൽ നോക്കൂ, ടീച്ചർ പറഞ്ഞു തന്ന ഭാഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ യു ക്യാൻ സീ എ table there. A table നോക്കൂ. Here are a few problems. Suggest 2 solutions. Use either or. കുറച്ച് പ്രോബ്ലം ഇവിടെ തന്നിട്ടുണ്ട്, അതിന് സൊല്യൂഷൻ കണ്ടെത്തണം. ഫസ്റ്റ് വൺ, യുവർ സയൻസ് ടീച്ചർ ഈസ് ഓൺ ലീവ്. ടീച്ചർ അത് പറഞ്ഞു തന്നു അല്ലേ. വി മേ ഐദർ സിറ്റ് ഇൻ ദ ക്ലാസ് ഓർ ഗോ ടു ദ ലൈബ്രറി. ഓക്കെ. ഇനി സെക്കൻഡ് വൺ നോക്കൂ. എ ബിൽഡിംഗ് ക്യാച്ചസ് ഫയർ. ഒരു ബിൽഡിങ്ങിന് തീ പിടിക്കുന്നു. എന്ത് ചെയ്യും? യെസ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് എഴുതാം. ഒന്നുകിൽ നമ്മൾ എന്ത് ചെയ്യും? ഫയർഫോഴ്സിനെ വിളിക്കും, അല്ലെങ്കിലോ എല്ലാവരും കൂടെ കൂടിയിട്ട് ഫയർ പുട്ട് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളം കോരി ഒഴിച്ച് സഹകരിക്കും. അങ്ങനെ ഏതെങ്കിലുമാണ് വരിക അല്ലേ. അപ്പോൾ നമ്മളതെങ്ങനെ എഴുതാം? ലെറ്റ് us either call the fire force or try to put out the fire. Got? Let us either call the fire force or try to put out the fire. ഓക്കെ, അവിടെ ഒറ്റൊരു ഇതേ ഉള്ളൂ, ലെറ്റസ് നമുക്ക് എന്നാണ് വരുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ആദ്യം അത് വെച്ചു. കേട്ടില്ലേ? ഇനി യു ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു സോൾവ് എ പ്രോബ്ലം. നിങ്ങൾക്കൊരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നി. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾട്ടർനേറ്റീവ്സ് എഴുതാം കേട്ടോ. എന്താണ് എഴുതാം? ഐ വിൽ ഐദർ ആസ്ക് മൈ ഫ്രണ്ട്സ് ഹെൽപ്പ് ഓർ റിക്വസ്റ്റ് മൈ ടീച്ചർ ടു ഹെൽപ്പ് മീ. അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം. ഐ വിൽ ഐദർ ആസ്ക് മൈ ഫ്രണ്ട്സ് ഹെൽപ്പ് ഓർ റിക്വസ്റ്റ് മൈ ടീച്ചർ ടു ഹെൽപ്പ് മീ. ഓക്കെ, അങ്ങനെ നമുക്ക് എന്ത് വേണമെങ്കിലും എഴുതാം. യു ഡോണ്ട് ഹാവ് എ പെൻ. നമുക്ക് നല്ല സുഖമാണ് എഴുതാൻ അല്ലേ. അപ്പോൾ അതിൻ്റെ ആൾട്ടർനേറ്റീവ്സ് എന്താണെന്ന് വിചാരിച്ചിട്ട് അത് നോക്കിയിട്ട് ഒരു ഐദർ ഓറിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അവിടെ എഴുതി ഉണ്ടാക്കുക കേട്ടോ. സൊല്യൂഷൻ കണ്ടെത്തി എഴുതുക. ഐദർ ഓർ ആണ് കേട്ടോ ഉപയോഗിക്കേണ്ടത്. യു ആർ അലോൺ അറ്റ് ഹോം. വീട്ടിൽ നമ്മൾ തനിച്ചാണ്. അപ്പോൾ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തൂ. അപ്പോൾ ഇതിനെ ബാക്കി കണ്ടുപിടിക്കില്ലേ? ഓക്കെ.